അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും അൽഹംദുലില്ലാ ഉള്ളത് ഒന്നാം പെരുന്നാൾ വിട പറഞ്ഞു. ഒന്നാമത്തെ പെരുന്നാൾ അതായത് ദുൽഹിജ്ജ 10 വിട പറഞ്ഞ് ദുൽഹിജ്ജ 11 രാവിലേക്ക്, അതായത് രണ്ടാം പെരുന്നാൾ രാവിലേക്ക് നമ്മളിതാ കടക്കുകയാണ്. ആ കൂട്ടത്തിൽ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. നാളെ വെള്ളിയാഴ്ച പകലാണ്, നാളെ രണ്ടാം പെരുന്നാളുമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇന്ന് നമ്മൾ അൽഹംദുലില്ലാ ഉദ്ഹിയ്യത്ത് അറുത്തു. പലരും ഇപ്പോൾ കറിയൊക്കെ വെച്ച് ഉച്ചക്ക് കഴിച്ചവരുണ്ട്, ഇപ്പോൾ രാത്രി കഴിക്കാനിരിക്കുന്നവരുണ്ട്, പിന്നെ നാളെ കഴിക്കാൻ. അൽഹംദുലില്ലാ ഖൈറാവട്ടെ. അല്ലാഹു തആല എല്ലാവിധത്തുള്ള നിഅമത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല സ്ഥലത്തും മഴയായതുകൊണ്ട് നാളത്തേക്ക് ഉദ്ഹിയ്യത്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഈ അറവുകാരെയൊക്കെ കിട്ടാത്തത് കൊണ്ട് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അറുക്കാൻ നമുക്ക് നാലാം പെരുന്നാൾ വരെ സമയമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൗകര്യാർത്ഥം നമുക്ക് സാവകാശം അറുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളൊക്കെ വലിയ സന്തോഷത്തിൽ, നമ്മുടെ മക്കളൊക്കെ വലിയ സന്തോഷത്തിലാണ്. പിന്നെ ഒന്നാം പെരുന്നാൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ രണ്ടാം പെരുന്നാളിൻ്റെ രാവിലാണ് നമ്മളുള്ളത്. നമ്മൾ അറഫാ ദിവസത്തിൻ്റെ ആ സുബഹി തൊട്ടേ നമ്മൾ എന്ത് ചെയ്താൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഫർദ് നമസ്കാരങ്ങൾക്കും സുന്നത്ത് നമസ്കാരങ്ങൾക്കും ശേഷം തക്ബീർ ചൊല്ലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് പെരുന്നാൾ ദിവസമാണല്ലോ, ഇന്നിപ്പോൾ രണ്ടാം പെരുന്നാളിൻ്റെ രാവാണ്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് തക്ബീർ ചൊല്ലാം. ഇൻഷാ അല്ലാഹ് കുറച്ച് തക്ബീർ ചൊല്ലിയിട്ട് നമുക്ക് ബാക്കി ദിക്റുകളും സ്വലാത്തുകളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ദ്വാരക്കാം. അപ്പോൾ നേരെ നമുക്ക് തക്ബീറിലേക്ക് കടന്നാലോ. നാലാം പെരുന്നാൾ മഗ്രിബിന് തൊട്ട് മുമ്പ് വരെയുള്ള ടൈം വരെ നമ്മൾ തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു അല്ലാഹു തആല തക്ബീർ പറയുമ്പോഴുള്ള എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തക്ബീറിലേക്ക് നമ്മൾ കടക്കുന്നു. പറഞ്ഞോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്.
നമ്മുടെ തക്ബീർ അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ പെരുന്നാളിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ തക്ബീർ പരമാവധി അധികരിപ്പിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ദിക്റിലേക്ക് കടക്കാം. ഒരു മനുഷ്യൻ അവൻ്റെ ഈ ദുന്യവിയായ ലോകത്തിലെ ജീവിതം, നമ്മുടെ ജീവിതം, നമുക്ക് അല്ലാഹു തആല ചിലപ്പോൾ ഒരുപാട് നിഅമത്ത് തരും, ചിലപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ തരും. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാനും, അതുപോലെ നിഅമത്തുകൾ വരുമ്പോൾ അമിത ആഹ്ലാദം കാണിച്ച് അള്ളാഹുവിലേക്ക് നന്ദികേട് കാണിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാനും, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനും, വിഷമ പ്രയാസങ്ങൾ മാറാനും, അതുപോലെ തന്നെ ആഖിറത്തിൽ വലിയ കൂലി കിട്ടാനും ഒക്കെയായി എല്ലാത്തിനുമുപരി സ്വർഗപ്രവേശനം കിട്ടാൻ വേണ്ടി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പുണ്യമായ ഒരു ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്കൊന്ന് പറയാം. ഈ രാവിലും നാളത്തെ പകലിലും ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ അധികരിപ്പിക്കേണ്ട പുണ്യമായ ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു ദുആയിലേക്ക് കടക്കാം. എന്താണ് ഈ ദുആ? അതായത് നരകമോചനം കിട്ടാൻ, സ്വർഗ്ഗപ്രവേശനം കിട്ടാൻ നമുക്ക് ഒരു ദുആ നമുക്ക് അല്ലാഹുവിലേക്ക് ചെയ്യണം. ഏതാ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക
سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار اللهم إني أسألك رضاك والجنة وأعوذ بك من سخطك والنار ഹാജിമാര് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ദിക്റുകൾ അവർ പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതായത് ഈ ഓരോ തവാഫിൻ്റെ ഇടയിലും വ്യത്യസ്തമായ ദിക്റുകളും അതുപോലെ തന്നെ തസ്ബീഹുകളൊക്കെ പറയൽ. ഒരു ഇന്നാലിൻ്റെ ദിക്ർ തന്നെ പറയണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് ദിക്ർ വേണമെങ്കിലും പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് ഇതാണ്. ഇത് പറഞ്ഞാൽ കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله
ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കിനി നേരെ ദുആയിലേക്ക് കടക്കാം. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. أرحم الراحمين ആയ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്, നീ ഞങ്ങളുടെ യജമാനനാണല്ലോ അല്ലാ. അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാണ്? ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, സ്വലവാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്, ശ്രേഷ്ഠതകളാണ്. എല്ലാം പാവപ്പെട്ട ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സ് കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന വാപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഉമ്മമാരെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ഉമ്മമാര്, സഹോദരിമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും അനുഭവിച്ചവരാണ്. ഇനി നീ
അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ, ഇനി അവർക്ക് വിഷമം നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രാവിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ഔറാദുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങളുടെ ഹാജിമാർ അവരുടെ ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ. ഉംറ നീ കബൂലാക്കണേ അല്ലാ. അവർക്ക് അല്ലാഹുവേ എല്ലാവിധ നിഅമത്തും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും താമസിയാതെ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ തടയുന്ന അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാം വലിയ ഭയത്തിലാണ്. ഒരുപാട് ഞങ്ങളുടെ സഹോദരന്മാര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്, മഴ മൂലമുള്ള ഒരുപാട് പ്രതിസന്ധിയിലാണ്. നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ നീ ഖൈറിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ മഴയാക്കണേ അല്ലാ. ഷർറിന്റെ അദാബിന്റെ മഴയത്തൊട്ട് കാക്കണേ അല്ലാ. വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളുടെ സാധനങ്ങൾ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കുടുംബം അല്ലാഹുവേ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പ്രളയങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഉരുൾപൊട്ടലുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ ഖൈറിന്റെ മഴയാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന കാലമാണ് അല്ലാഹുവേ, ദിവസങ്ങളാണ്. എല്ലാ മഴ മൂലമുള്ള എല്ലാ ദുരിതങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, മഴയില്ലാത്ത നാടുകളുണ്ട്, ഖൈറായ മഴ അവർക്ക് കൊടുക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ വീട്ടുകാർ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ അല്ലാ റബ്ബേ ഒരുപാട് ദുആ വസിയത്ത് പറയുന്നവരുണ്ട്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവനാണ്, അവസ്ഥ നീ അറിയുന്നവനാണ്. എല്ലാവർക്കും അർഹമായ യോജ്യമായ എല്ലാ തരത്തിലുള്ള ഖൈർ ബറകാത്തുകൾ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു പ്രയാസമാണ്, കടമാണ് ഉസ്താദേ. കടങ്ങൾ മാറാൻ ദുആരക്കണേ ഉസ്താദേ. അല്ലാഹുവേ പടച്ചവനെ, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ള, 1 രൂപയെങ്കിലും കടമുള്ള ആരെല്ലാം ഉണ്ടോ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി, അതിന്റെ മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന പലരുമുണ്ട്. ആ തിരിച്ചു പൈസ അല്ലാഹുവേ ഖൈറായി ഞങ്ങൾക്ക് തരണേ അല്ലാ. അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരുണ്ട്, ഖൈറായ നല്ല പൈസ ഞങ്ങൾക്ക് തന്ന് റഹ്മാനെ, അത് ആ കടങ്ങളെല്ലാം വീട്ടി സന്തോഷത്തോടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ മജ്ലിസിന്റെ താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, എഴുതുന്നുണ്ടോ, പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിന്റെ താഴെ ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞോ, ഇന്നലെയും ദുആ ചെയ്യാൻ പറഞ്ഞവരും മിനിഞ്ഞാന്നും ഒരുപാട് ക്ലാസ്സുകളുടെ താഴെ അല്ലാഹുവേ കമന്റായി ദുആ വസിയത്ത് എഴുതുന്ന പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, അവരെ നീ അല്ലാഹുവേ മടക്കി കളയല്ലേ അല്ലാ. വെറും കൈയോടെ മടക്കല്ലേ അല്ലാ. അവര് ചോദിച്ചത് എന്താണോ അത് നീ ഖൈറാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. രോഗങ്ങൾ നീ സലാമത്താക്കി തരണേ അല്ലാ. രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിലുള്ള ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. യാമീൻ പറയുന്ന വാപ്പമാരെ, സഹോദരന്മാരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളുമുണ്ട്. അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട പറയേണ്ട ഒരുപാട് ദിക്ർ ഔറാദുകളുണ്ട്. എല്ലാം നീ കബൂലാക്കി ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. ഈ വിനീതന്റെ ഉൾപ്പെടെയുള്ള വീട് പണികൾ നീ അല്ലാഹുവേ എല്ലാം വേഗത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. പടച്ച റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാം നീ മാറ്റി സലാമത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും തരണേ അല്ലാ. അല്ലാഹുവേ, മരണം വരെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.